അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഒരു പ്രവാചകൻ ഇത്തരത്തിൽ ഒരു ഡിമാൻഡ്, എന്നെ നിങ്ങൾ അള്ളാഹിനെ ഒഴിവാക്കിയിട്ട് എന്നെ ഇബാദത്ത് ചെയ്യ്, ആളുകളെ ശിർക്ക് ചെയ്യ് എന്ന് പറയല് ഇംപോസിബിൾ ആണ്. വലാക്കിൻ, പക്ഷേ ഓക്കെ, അവരെന്താ പറയാ, അത് അള്ളാഹു കിതാബും ഹിക്മത്തും നബുവത്തും നൽകിയ പ്രവാചകന്മാര് അവരെന്താ ആളുകളോട് പറയാ, കൂനു റബ്ബാനിയീൻ, നിങ്ങൾ റബ്ബാനിയനാവുക. റബ്ബാനി എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ നിഷ്കളങ്കരായ ദാസന്മാര് ആയിരിക്കാനാണ് അവർ പറയാ. ഓക്കെ, അല്ലാതെ നിങ്ങൾ അള്ളാഹിനെ ഒഴിവാക്കി എന്നെ ഇബാദത്ത് ചെയ്യുന്നല്ല അവർ പറയുന്നത്. ആളുകളോട് റബ്ബാനിയീൻ എന്നാണ് പറയുന്നത്. ഇനി ഈ റബ്ബാനിയീൻ എന്ന് പറയുന്ന വാക്ക് റബ്ബാനീന്റെ പ്ലൂരലാണ്, റബ്ബാനിയൂൻ. ആക്ച്വലി ഈ വാക്കിനെ അങ്ങനെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്, ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. റബ്ബാനി എന്ന് പറയുമ്പോൾ ഗ്രാമാറ്റിക്കലി നോക്കുമ്പോൾ റബ്ബാൻ, ഓക്കെ, അലിഫ് നൂൻ അവസാനം, ആൻ എന്ന് പറയുന്നത് ഒരു മുബാലഗ ആണ്. അതായത് ഒരു ഇന്റൻസിറ്റി, എന്തെങ്കിലും ഒരു കർമ്മം, ഒരു ആക്ഷന്റെ ഇന്റൻസിറ്റി കാണിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് മുബാലഗ. ഓക്കെ, അപ്പോ റബ്ബാൻ എന്ന് പറയുന്നത് അത് ഒരു ഗ്രാമാറ്റിക്കലി ഒരു ഇന്റൻസിറ്റി ഉള്ള ഒരു വാക്കാണ്. ഇനി അടുത്തത്, ഇതിന്റെ അടുത്ത ഒരു ഗ്രാമറ്റിക്കൽ ഇതെന്ന് പറയുന്നത് അവസാനത്തെ റബ്ബാനി എന്ന് പറയുന്ന യാ നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട്, നിസ്ബയുടെ അക്ഷരമാണ്. അതായത് റിലേഷൻഷിപ്പ് കാണിക്കുന്ന അക്ഷരമാണ്. ഉദാഹരണത്തിന് ഒരാൾ പാകിസ്ഥാനിൽ നിന്നാണെങ്കിൽ നമ്മൾ പാകിസ്ഥാനി എന്ന് പറയും അല്ലെ. ഇംഗ്ലീഷിൽ ഇപ്പം ഒരാള് ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ഇന്ത്യൻ, കാനഡയിൽ നിന്നാണ് കനേഡിയൻ. ആ NIA എന്നൊക്കെ പറയുന്നത് എന്താണ്, അവിടെ നിസ്ബയാണ്. അത് ഇന്ത്യയുമായിട്ട് കണക്ട് ചെയ്യണം അയാൾ അല്ലെ, പാകിസ്ഥാനുമായിട്ട് കണക്ട് ചെയ്യണം ഈ ലെറ്റർ, നിസ്ബയുടെ അക്ഷരം. ഇവിടെ അതുപോലെ അവസാനത്തിൽ ഒരു യാ ഉണ്ട് റബ്ബാനിക്ക്. ഓക്കെ, അത് നിസ്ബയുടെ അക്ഷരമാണ്. ഇനി ഈ റബ്ബാനി എന്തിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? ഒന്ന് റബ്ബിലേക്ക്. ഓക്കെ, ഈ നിസ്ബ എന്താണ്, റബ്ബിലേക്ക് കണക്ട് ചെയ്യുന്നതാണ്. രണ്ട് തർബിയയിലേക്ക് കണക്ട് ചെയ്യുന്നതാണ്. അതാ ഞാൻ അർത്ഥത്തിലേക്ക് വരാം. ഓക്കെ, ഞാൻ ഗ്രാമർസ് ആയിട്ട് മാത്രം പറയണം ഇവിടെ. ആദ്യം നമ്മൾ പറഞ്ഞു ഇതിനൊരു മുബാലകയുണ്ട്, ആൻ റബ്ബാൻ എന്ന് പറഞ്ഞ ഒരു മുബാലകയുണ്ട്, ഇന്റൻസിറ്റി ഉള്ള വാക്കാണ്, ഗ്രാമറാണ് അത്. അതേപോലെ രണ്ടാമത് അറ്റത്ത് ഒരു യാ ഉണ്ട്, അത് നിസ്ബയാണ്. എന്തിലേക്കോ കണക്റ്റഡ് ആയിട്ടുള്ള, റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വാക്ക് ആകുമ്പോഴാണ് യാ വരിക. അപ്പം എന്തിലേക്കാണ് റിലേറ്റ് ചെയ്യുന്നത് നിസ്ബ ഉള്ളതെന്ന് പറഞ്ഞാൽ റബ്ബിലേക്കും രണ്ട് തർബിയയിലേക്കും. തർബിയ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം അല്ലെ, ഇങ്ങനെ നമ്മൾ ഒരു എന്തിനെങ്കിലും അങ്ങനെ ട്രെയിൻ ചെയ്ത് നാച്ചർ ചെയ്ത് അതിന് വേണ്ട പാലനവും പോഷണവും ഒക്കെ കൊടുത്ത് അറിവ് കൊടുത്ത് ഇങ്ങനെയാ ജീവിക്കണ്ടേന്ന് ഇങ്ങനെ പഠിപ്പിച്ച് എഡ്യൂക്കേറ്റ് ചെയ്ത് ഇൻസ്ട്രക്ട് ചെയ്ത് ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്ന അതിനാണ് തർബിയ. നമ്മൾ റബ്ബ് എന്ന് പറഞ്ഞ വാക്കിന് ഫസ്റ്റ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പഠിച്ച സമയത്ത് ഈ ഒരു സംഭവം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഒരു ഉമ്മ അതിന്റെ കുഞ്ഞിന് തർബിയ കൊടുക്കാറുണ്ട് അല്ലെ. ഉമ്മ ജസ്റ്റ് ഫുഡ് മാത്രമാണോ കൊടുക്കുക? അല്ല, അതെങ്ങനെയാ കഴിക്കണ്ടേന്ന് പഠിപ്പിച്ചെടുക്കും അല്ലെ, എങ്ങനെയാ എടുത്തു വെക്കണ്ടേന്ന് പഠിപ്പിച്ചെടുക്കും, ഡ്രസ്സ് എങ്ങനെയാ ഇടണ്ടേന്ന് പഠിപ്പിച്ചെടുക്കും, ബാത്റൂമിൽ എങ്ങനെയാ പോകണ്ടേന്ന് പഠിപ്പിച്ചെടുക്കും, നടക്കണ്ടേ എങ്ങനെയാ അത് പറഞ്ഞും കാണിച്ചും ഒക്കെ പഠിപ്പിച്ചെടുക്കും അല്ലെ. തെറ്റ് തിരുത്തേണ്ട സമയത്ത് തെറ്റ് തിരുത്തിയും ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിച്ചൊക്കെയാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം ഇതൊക്കെ എന്താണ്, ട്രെയിനിങ് ആണ് അല്ലെ, നർച്ചറിങ് ആണ്, വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ കൊടുക്കലാണ്, ഇൻസ്ട്രക്ഷൻ ആണ്. അപ്പൊ ഇതെല്ലാം കലർന്നതാണ് തർബിയ. അപ്പൊ റബ്ബാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റബ്ബുമായിട്ട് കണക്റ്റഡ് ആണ്, തർബിയായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ റബ്ബാനി പറയുമ്പം അള്ളാഹുവിന്റെ ഒരു അടിമയാണ് അല്ലെ, റബ്ബിന്റെ അടിമയാണ്. ആൻഡ് റബ്ബ് എന്ന് പറയുന്നത് അല്ലെ അള്ളാഹ് നമുക്കറിയാം. അപ്പം അള്ളാഹുവിന്റെ ഒരു അടിമയാണ് റബ്ബാനി. പ്ലസ് ഇവിടെ നമ്മൾ പറഞ്ഞ റബ്ബാൻ എന്ന് പറയുന്ന മുബാലഗ വരുമ്പോൾ ഒരു സാധാരണയായിട്ടുള്ള ഒരു അബ്ദല്ല, സാധാരണ ഇബാദത്ത് ചെയ്യുന്ന ഒരു അബ്ദല്ല, അങ്ങേയറ്റം ഡിവോട്ടഡ് ആയിട്ട് സമർപ്പിച്ച് ആത്മാർത്ഥമായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് ഇബാദത്ത് ചെയ്യുന്ന ഒരു അടിമയാണ്. അതായത് അവന്റെ ഇബാദത്തിന്റെ പേരിൽ അവൻ അറിയപ്പെടുന്ന രീതിയിൽ ഇബാദത്ത് ചെയ്യുന്ന ഒരു അടിമയാണ് റബ്ബാനി. ഓക്കെ, റബ്ബാനി എന്ന് പറയുന്നത് അവന്റെ ജീവിതം എന്ന് പറയുന്നതേ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്. അവന്റെ ജീവിതത്തിന്റെ എല്ലാ ആസ്പെക്റ്റും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്. അപ്പൊ അതാണ് റബ്ബാനിന്റെ ഒരർത്ഥം. ഇനി രണ്ടാമത് അവൻ തർബിയ ചെയ്യുന്ന, ഓക്കെ, തർബിയ ആർക്ക്? മറ്റുള്ള ആളുകൾക്ക് ട്രെയിൻ ചെയ്യുന്നു, മറ്റുള്ള ആൾക്കാരെ ഇൻസ്ട്രക്ട് ചെയ്യുന്നു അല്ലെ, പഠിപ്പിക്കുന്നു, അവരെ നേർച്ചർ ചെയ്യുന്നുണ്ട്. വെറുതെ പഠിപ്പിച്ചു വിടല്ല, എങ്ങനെ അള്ളാഹുവിന്റെ നിയമം ഉപയോഗിച്ച്, അള്ളാഹ് എന്താണോ ഇറക്കിയത് അത് ഉപയോഗിച്ച്, അള്ളാഹുവിന്റെ ഹിദായത്ത് ഉപയോഗിച്ച്, അള്ളാഹ് ഇറക്കിയത് ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയും
അവരെ നർച്ചർ ചെയ്യുക, അവരെ അതിൽ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരികയും ചെയ്യുന്ന ആളാണ്. അപ്പൊ റബ്ബാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അടിമയാണ്. ഏത് രീതിയിലുള്ള അടിമയാണ്? അങ്ങേയറ്റം സമർപ്പിച്ചിട്ടുള്ള അല്ലെ, റൈച്ചസ് ആയിട്ടുള്ള വളരെയധികം സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന, അള്ളാഹു അങ്ങേയറ്റം കീഴൊതുങ്ങിയിട്ടുള്ള, ഇബാദത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന രീതിയിലുള്ള ഇബാദത്ത് ചെയ്യുന്ന ഒരു അടിമയാണ്. ഓക്കെ. മാത്രമല്ല അവൻ ജസ്റ്റ് അള്ളാഹിന്റെ നിയമങ്ങൾ പ്രാക്ടീസ് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചും കൊടുക്കുന്നുണ്ട്. ആൻഡ് പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ വെറുതെ ജസ്റ്റ് എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിലല്ല, ആളുകളെ അള്ളാഹിന്റെ അബദ് ആവാൻ വേണ്ടിയിട്ട്, അതായത് എങ്ങനെ ഇയാള് സ്വന്തമായിട്ടുള്ള ഒരു അബദാണോ, ലൈക്ക് ഏറ്റവും ഡിവോട്ട് ആയിട്ടുള്ള അബദാണോ, അതേപോലെ ആവാൻ വേണ്ടിയിട്ട്, അള്ളാഹിന്റെ അടിമകളാവാൻ വേണ്ടിയിട്ട് ആളുകളെ ട്രെയിൻ ചെയ്യുകയും കൂടെ ചെയ്യുന്ന ആളാണ്. ഓക്കെ, നമ്മൾ തർബിയ എന്ന് പറഞ്ഞത് നോക്കാൻ പറയുന്നത്. അപ്പം ഈ റബ്ബാനി എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് ഒരു വർഷിപ്പറാണ്, അങ്ങേയറ്റം ഡിവോട്ടഡ് ആയിട്ടുള്ള സമർപ്പണം ചെയ്യുന്ന ഒരു അബദാണ്. പ്ലസ് മറ്റുള്ളവരെയും കൂടെ അതേപോലെ സ്ട്രോങ് ആയിട്ടുള്ള അങ്ങേയറ്റം സമർപ്പണം ചെയ്യുന്ന ഒരു അബദാക്കാൻ വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യുന്ന ആളും കൂടെയാണ്. ഇതാണ് റബ്ബാനി. ഓക്കെ, റബ്ബിന് കംപ്ലീറ്റ്ലി ഡിവോട്ടഡ് ആയിട്ടുള്ള, അവന്റെ ജീവിതം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി റബ്ബുമായിട്ട് കറങ്ങി തിരിഞ്ഞുന്ന, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലെ, അങ്ങനെയുള്ള ഒരു ആളാണ്. ഓക്കെ, പ്ലസ് മറ്റുള്ളവരെ അതേപോലെ ആക്കാൻ വേണ്ടിയിട്ട് വെറുതെ പഠിപ്പിച്ചു കൊടുക്കല്ല, ട്രെയിൻ ചെയ്ത്, അതായത് അവർക്ക് എന്തൊക്കെ ഓരോ സ്റ്റേജിലും ആവശ്യമുണ്ടോ അതൊക്കെ സപ്ലൈ ചെയ്ത് അവരെ ആ ലെവലിലേക്ക് നർച്ചർ ചെയ്ത് എത്തിക്കുന്ന ഒരാളും കൂടെ ആണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, പ്രവാചകന്മാര് ഓക്കെ, അവര് എന്നെ ഇബാദത്ത് ചെയ്യി, അള്ളാഹിനെ ഒഴിവാക്കി എന്നെ ഇബാദത്ത് ചെയ്യി എന്നല്ല പറയാ, പകരം അവരെന്താ പറയാ? നിങ്ങൾ റബ്ബാനിയൂനാവാനാ പറയാ. ഓക്കെ, എന്താ പറയുന്നത്? നിങ്ങൾ റബ്ബാനിയാവാൻ. എങ്ങനെ? നിങ്ങൾ അള്ളാഹുവിലേക്ക് കണക്ട് ചെയ്യും. ഞാൻ ജസ്റ്റ് ഒരു ലിങ്ക് മാത്രമാണ്, അല്ലെ, ഞാനിവിടെ ജസ്റ്റ് നിങ്ങളുടെ അടുത്ത്, പ്രവാചകന്മാര് ആളുകളുടെ അടുത്ത് പറയുന്ന കാര്യമാണ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കാൻ ആരും പിക്ചർ വരണം, ലിങ്ക് മിസ്സായി പോകരുത്. പ്രവാചകന്മാര് ആളുകളുടെ അടുത്ത് ഒരിക്കലും പറയില്ല നിങ്ങൾ എന്നെ ഇബാദത്ത് ചെയ്യുക അള്ളാഹിനെ ഒഴിവാക്കിയിട്ടെന്ന്. പകരം അവരെന്താ പറയാ? നിങ്ങൾ റബ്ബാനി ആവാൻ വേണ്ടിയിട്ട്. എങ്ങനെയാ റബ്ബാനി ആവാൻ പറയാന്ന് എന്താ അർത്ഥം? നിങ്ങൾ അള്ളാഹുലേക്ക് കണക്റ്റഡ് ആവുക. ഞാൻ ജസ്റ്റ് ഒരു ലിങ്ക് മാത്രം, നിങ്ങളുടെ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞുതരാൻ വേണ്ടി മാത്രം ഞാൻ ഇവിടെ വന്നത്. നിങ്ങൾക്ക് മെസ്സേജ് തരാൻ വേണ്ടി മാത്രം, അള്ളാഹിന്റെ നിയമങ്ങൾ നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞുതരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ വന്നത്. നിങ്ങൾ സ്വന്തമായിട്ട് അത് പ്രാക്ടീസ് ചെയ്യുകയും വേണം, പ്ലസ് നിങ്ങളത് മറ്റുള്ളവർക്ക് അറിയിക്കുകയും വേണം. കാരണം ഓരോരുത്തരും അടുത്ത ആൾക്കാരെ റബ്ബാനിയാക്കാണല്ലേ. അപ്പം പ്രവാചകന്മാര് മനുഷ്യന്മാരെ എന്തിനാ പ്രിപ്പയർ ചെയ്യുന്നത്? സ്വന്തമായിട്ട് അള്ളാഹിനോട് കണക്റ്റഡ് ആവാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും വേണ്ടിയിട്ട് അവർ പ്രിപ്പയർ ചെയ്യാ സുബ്ഹാനല്ലാഹ്. അപ്പൊ അതാണ് റബ്ബാനി. വലാകിൻ കൂനു റബ്ബാനിയോ. അപ്പം പ്രവാചകന്മാരുടെ മിഷൻ എന്താണ്? ആളുകൾ അള്ളാഹുവിലേക്ക് കണക്ട് ആക്കുക എന്നുള്ളത്. ഓക്കെ, അവര് ഏത് രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഇബാദത്ത് ചെയ്യുന്നു അതേ വഴിയിലൂടെ മറ്റുള്ളവരെയും അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യുന്ന, പഠിപ്പിക്കുന്ന ആൾക്കാരാവുക. അതാണ് പ്രവാചകന്മാർ ചെയ്തത്, അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദാഹരണത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ട്രെയിനിങ് കൊടുത്തത്? എന്ത് കാര്യത്തിലുള്ള പ്രിപ്പറേഷൻ ആണ്? ആളുകൾ എന്നെ നിങ്ങളെ ഇബാദത്ത് ചെയ്യുന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഒരിക്കലും അല്ല, അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും ബെസ്റ്റ് അബദായിരുന്നു, അല്ലെ. ഇബാദത്തിന്റെ പേരിൽ അറിയപ്പെട്ടിരുന്ന, അത്രയും അള്ളാഹുവായിട്ട് ക്ലോസ് ആയിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ രോമാഞ്ചമല്ല, ഭയങ്കര ഇങ്ങനെ പൂതിയാവുന്ന തരത്തിലുള്ള ഇബാദത്താണ്, അല്ലെ. എന്നിട്ട് അതുപോലെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളെ പ്രിപ്പയർ ചെയ്തതാണ്, ട്രെയിൻ ചെയ്തെടുത്തതാണ്. രാവും പകലും അള്ളാഹിനെ അതേപോലെ എല്ലാ മേഖലയിലും അള്ളാഹിനെ ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാരായിട്ട് ട്രെയിൻ ചെയ്ത്, അതായിരുന്നു മിഷൻ. ആൻഡ് ആ ഒരു മെസ്സേജ് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു മിഷൻ. ആളുകളെ എന്താണ്, മറ്റുള്ളവരുടെ അടിമത്തത്തിൽ നിന്ന്, അല്ലെ, മനുഷ്യന്മാരുടെയോ ഇനി വേറെ ഏതെങ്കിലും ദൈവങ്ങളുടെയോ എന്തിന്റെങ്കിലും അടിമത്തത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നിട്ട് അള്ളാഹിന്റെ മാത്രം അടിമയാക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുകയാണ് ചെയ്തത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ പ്രിയപ്പെട്ട ഒരു സഹാബിയാണ്. അദ്ദേഹം മരിച്ചപ്പം ആരോഗ്യപ്രകാരം പറയണ്ടായി, അൽ യൗമ മാത റബ്ബാനിയും ഹാദിഹിൽ ഉമ്മ, ഇന്ന് ഈ ഉമ്മത്തിന്റെ ഒരു റബ്ബാനി മരണപ്പെട്ടു. അദ്ദേഹം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിലാണ് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നത്, ഒരു റബ്ബാനി ആയിട്ട്. അപ്പം പ്രവാചകന്മാരുടെ മിഷൻ എന്ന് പറയുന്നത്
ആളുകളെ അള്ളാഹുവിലേക്ക് കണക്ട് ചെയ്യലാണ്. അല്ലാതെ നിങ്ങൾ നമ്മൾ മുമ്പ് വിശദീകരണത്തിന്റെ ഒരു ക്ലാസ്സിലും ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ദഅവതു ഇലയ്യേം ദഅവതു ഇലല്ലാഹി. അപ്പം ആളുകൾ എന്നെ ഇബാദത്ത് ചെയ്യണം എന്നുള്ളതല്ല, ആളുകളെ അള്ളാഹുവിലേക്ക് കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. വലാകിൻ കൂനു റബ്ബാനിയ്യീൻ. സുബ്ഹാനല്ലാഹ്. ഇനി എന്തുകൊണ്ടാണ് പ്രവാചകന്മാര് ആളുകളടുത്ത് റബ്ബാനി ആവാൻ വേണ്ടിയിട്ട് പറയുന്നത്? ഓക്കെ, നിങ്ങൾ അള്ളാഹിനെ ഇബാദത്ത് ചെയ്യുക, അതുപോലെ നിങ്ങൾ മറ്റുള്ളവരെയും ട്രെയിൻ ചെയ്യുക അള്ളാഹിനെ ഇബാദത്ത് ചെയ്യാൻ. എന്താണ് കാരണം? ബിമാ കുന്തും, നിങ്ങളെല്ലാവരും, കാരണം നിങ്ങളെല്ലാവരും തുഅല്ലിമൂനൽ കിതാബ്, നിങ്ങൾ ഗ്രന്ഥമാണ് പഠിപ്പിക്കുന്നത് അല്ലെ? അൽ കിതാബി, ഖുർആനാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. വബിമാ കുന്തും, സെക്കൻഡ് റീസൺ എന്താണ്? തദ്റുസൂൻ, നിങ്ങളത് സ്വയം പഠിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലെ? നിങ്ങൾ ഈ ഗ്രന്ഥം പഠിപ്പിക്കുകയും നിങ്ങൾ ഈ ഗ്രന്ഥം പഠിക്കുകയും ചെയ്യുന്നുണ്ട്. ഏത് ഗ്രന്ഥമാണ്? ഈ അല്ലെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ഈ ഗ്രന്ഥം. അപ്പം നാച്ചുറലി അല്ലെ, നമ്മൾ ഖുർആൻ ഇത്രയും പഠിച്ച് വന്നപ്പോ അല്ലെ, ഈ ഒരു റോസദരി സീരീസിൽ ഒരു മൂന്ന് ദിവസം കഴിയാനാവുമ്പോൾ നമുക്കറിയാം നാച്ചുറലി ആ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ ലെസൺസിൽ പെട്ടതാണ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് അല്ലെ? സുബ്ഹാനല്ലാഹ്. പ്ലസ് ആ ഒരു ഇൽമ്, ആ ഒരു അറിവ്, ആ ഒരു പ്രാക്ടീസ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചിട്ട് അവരെയും അള്ളാഹുവിലേക്ക് കണക്ട് ചെയ്യുക എന്നുള്ളത് നാച്ചുറൽ ആണ് അല്ലെ? അത് വേറെ ആരും പ്രത്യേകിച്ച് നിങ്ങൾ ഖുർആൻ ഇത്രയും കാലം പഠിപ്പിച്ചതിൽ നിന്ന് ഇതാണ് പഠിച്ചത് നമ്മളടുത്ത് ഒരാൾ വന്ന് പറയേണ്ട ആവശ്യമില്ല. നാച്ചുറലി നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യമാണ്. അള്ളാഹിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ നമ്മൾ പടിപടിയായിട്ട് ഉയർന്നുകൊണ്ടേയിരിക്കും. ഏറ്റവും ബെസ്റ്റ് ആവണം. പ്ലസ് അത് ആളുകളെയും അള്ളാഹുവിലേക്ക് അടുപ്പിക്കണം, തൗഹീദിലേക്ക് അടുപ്പിക്കണം. അപ്പൊ നമ്മൾ ദീനിന്റെ ആ ഒരു സ്പിരിറ്റ്, നമ്മളൊരു ടീച്ചർ ആവുമ്പോൾ നാച്ചുറലി അള്ളാഹുവിന്റെ ഗ്രന്ഥം നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ ആ ഒരു സ്പിരിറ്റ് നമ്മൾ ആളുകളിലേക്ക് എത്തിക്കണം. അതുകൊണ്ടാണ് അവരെന്ത് പറയുന്നത്? കൂനു റബ്ബാനിയ്യീൻ. നിങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തതിന്റെ ബിമാ കുന്തും തുഅല്ലിമൂനൽ കിതാബ വബിമാ കുന്തും തദറുസൂൻ. ഇനി തുഅല്ലിമൂൻ എന്ന് പറയുമ്പോൾ തഅലീം എന്നുള്ള വാക്കിൽ നിന്നാണ്. തഅലീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേറ്റ് ചെയ്യുക, പഠിപ്പിക്കുക. ആർക്കാ പഠിപ്പിക്കാൻ പറ്റുക? പഠിച്ചവർക്ക് അല്ലെ? അപ്പം എന്തായാലും ടീച്ചിങ്ങിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? പഠിക്കുക എന്നുള്ളത്, ഗ്രന്ഥം ലഭിക്കുക എന്നുള്ളത്. അപ്പം ആളുകൾക്ക് ഗ്രന്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കിട്ടി അല്ലെ? അവര് ഗ്രന്ഥത്തിനെ മനസ്സിലാക്കി. സുബ്ഹാനല്ലാഹ്. അവര് ആളുകൾക്ക് ഗ്രന്ഥം പഠിപ്പിച്ചു കൊടുത്തു. ഓക്കെ, എന്നിട്ട് അവര് പഠിപ്പിച്ചിട്ട് നിങ്ങളിത് നിങ്ങളെ കയ്യിൽ വെച്ചോ എന്ന് പറയാണോ ചെയ്തത്? അല്ലേ? അവര് എന്ത് പറഞ്ഞു? തുഅല്ലിമൂനൽ കിതാബ്, ഇനി നിങ്ങൾ പഠിപ്പിക്കുക. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആൾക്കാർക്ക് കൊടുത്തപ്പോ അത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ കയ്യിൽ വെച്ചോ, പഠിച്ച് നല്ല കുട്ടികളായിട്ട് മാർക്ക് വാങ്ങി വീട്ടിൽ വെച്ചോ എന്നാണോ പറഞ്ഞത്? ഇല്ല അല്ലെ? റബ്ബാനി എന്ന് പറയുമ്പോൾ അല്ലെ, നിങ്ങൾ പഠിപ്പിക്കുകയും കൂടെ വേണം, നിങ്ങൾ പാസ് ഓൺ ചെയ്യണം. ഇനി ഇത് നിങ്ങൾ പാസ് ഓൺ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ഈ എളിമ എത്തിച്ചു കൊടുക്കുമ്പോൾ അത് മാത്തമാറ്റിക്സ് ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ പഠിപ്പിച്ചു കൊടുത്താൽ പോരാ. നിങ്ങൾ അതിൽ പാഷനേറ്റ് ആയിരിക്കണം. എങ്ങനെയായിരിക്കണം നിങ്ങളുടെ പാഷൻ? ഈ അറിവ് അല്ലെ, ഈ അറിവ് നിങ്ങൾ നേടിയിട്ട് ആ അറിവ് ഉപയോഗിച്ച് നിങ്ങൾ അള്ളാന്റെ ബെസ്റ്റ് അടിമകളാകണം. നമ്മുടെ എൽം ടു അമൽ അല്ലെ? നമ്മൾ ഓരോ ഹെൽമ കിട്ടുമ്പോഴും അത് അമലാക്കലാണ് ആ ഒരു തുഅല്ലിമൂനന്റെ ഭാഗം. സുബ്ഹാനല്ലാഹ്. പഠിച്ച് പരീക്ഷ എഴുതി മാർക്ക് വാങ്ങലല്ല. ഓക്കെ, അപ്പം ആ രീതിയിലായിരിക്കണം നിങ്ങൾ തുഅല്ലിമൂൻ പഠിപ്പിക്കുന്നത്. അള്ളാന്റെ ബെസ്റ്റ് സെർവന്റ് ആകാൻ, അള്ളാന്റെ ബെസ്റ്റ് അടിമയാകാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കണം. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പം നിങ്ങളും ആവണം, നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പഠിപ്പിക്കുകയും വേണം. അല്ലാതെ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന പോലെ ബ്രെയിൻ ടു ബ്രെയിൻ നോളജ് ട്രാൻസ്ഫർ അല്ല. ഓക്കെ, നിങ്ങൾ ശരിക്കും എന്താ ചെയ്യുന്നത്? വേർഷിപ്പേഴ്സിനെ, അബുദുകളെ നിങ്ങൾ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാൻ നിങ്ങൾ ഈ ഗ്രന്ഥം പഠിപ്പിക്കുമ്പോൾ. നമുക്ക് തന്നെ അറിയാം അല്ലെ, പല സ്ഥലങ്ങളിലും നമ്മൾ ഗ്രന്ഥം പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ പലതിന്റെയും ഭാഗമാണ്. നമ്മൾ തന്നെ ചിന്തിക്കുക, എവിടേക്കാണ് ഒരു ടീച്ചർ പഠിപ്പിക്കുമ്പം ഒരു അബദിനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നത്? ഓരോ ലെവലുകളിലും ആ അബദ് എവിടേക്ക് എത്തണമെന്നുള്ളത്, ഇൽമിനെ അമലാക്കണം എന്നുള്ളതിനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നതാണ്. ഓക്കെ, അല്ലാതെ ആളുകളുടെ ബ്രെയിനിൽ കുറെ ഇൻഫർമേഷൻസും കുറെ ഫാക്ട്സും നിറച്ചിട്ട് അവരെ ഏത് പരീക്ഷയും ക്രാക്ക് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യലല്ല. നമ്മൾ എന്താണ് ഒരു IAS എക്സാമിനോ നീറ്റിനോ ഒന്നും അല്ല ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. പകരം നമ്മൾ അതിൽ പാഷനേറ്റ് ആവാം. നമുക്ക് അറിയുന്ന ആ ഒരു ഇൻഫർമേഷൻ നമ്മളെ ജീവിതത്തിൽ വളരെ പാഷനേറ്റ് ആയിട്ട് കൊണ്ടുവരാം. അതുപോലെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നവരെയും അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അങ്ങനെ ആളുകളെ സ്പിരിറ്റ് ഈമാൻ കൊണ്ടും തഖ്വ കൊണ്ടും ആക്ഷനിലേക്ക് അവരെ എത്തിക്കുക. കാരണം ഒരു യഥാർത്ഥ ടീച്ചർ ഒരിക്കലും ഒരു ഇൻസ്ട്രക്ടർ അല്ല. ഒരു യഥാർത്ഥ ടീച്ചർ ഒരു മുറബിയും കൂടെയാണ്. അതായത്
തർബിയ ചെയ്യുന്ന, ട്രെയിൻ ചെയ്യുന്ന ഒരാളും കൂടെയാണ്. അപ്പം പ്രവാചകന്മാർ എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്? റബ്ബാനിയൂനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതായത് അവര് ബുക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും കൂടെ ചെയ്യുന്ന റബ്ബാനിയൂൻ. വബിമാ കുൻതും തദ്റുസൂൻ, കാരണം നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുന്നുണ്ട് അതിനല്ലേ. തദ്റുസൂൻ ദർസാണ്. ദർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മാർക്ക് ലീവ് ചെയ്യുക, അതായത് ഒരു അടയാളം വിട്ടേച്ച് ഉപേക്ഷിക്കുന്നതിനാണ് തദ്റുസൂൻ, ദർസ് എന്ന് പറയാം. അപ്പം എന്ത് രീതിയിലുള്ള പഠനമാണ് അത്? ഒരു വ്യക്തിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള പഠനത്തിനാണ് ദർസ് എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഒരുപാട് ദർസുകളുടെ ഭാഗങ്ങളാണ് അല്ലെ. നമ്മൾ ചിന്തിച്ചോക്കുക, എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുന്ന രീതിയിലുള്ള ദർസിന്റെ ഭാഗമാണ്. അത്രയും അറ്റൻറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി, അതായത് ഒരു ഇൻഡിവിജ്വൽ ഒരു ശരിക്കുള്ള ഒരു മാറ്റം, ഒരു ചേഞ്ച് ഉണ്ടാക്കുന്ന തരത്തിലുള്ള സ്റ്റഡി, പഠനത്തിനാണ് ദർസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഗ്രന്ഥം പഠിക്കുമ്പോൾ, ഓക്കെ, ബുക്ക് പഠിക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്തിനാ പഠിക്കുന്നേന്ന് മറന്നിട്ട് നിങ്ങൾ അതിനെ പഠിക്കരുത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ടുള്ള ദർസ് പഠനമാണ്. അതാണ് ദർസ്. അപ്പൊ നിങ്ങൾ അങ്ങനെ പഠിക്കുന്നവരാണ്, പ്ലസ് നിങ്ങൾ അത് പഠിപ്പിക്കുന്നവരാണ്. അതുകൊണ്ട് നാച്ചുറലി നിങ്ങൾ എന്താവും, ഈ പ്രവാചകന്മാരെന്താവും, ഊനു റബ്ബാനിയൂൻ എന്ന ആളുകളുടെ അടുത്ത് പറയുള്ളൂ അല്ലെ. കാരണം ഈ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് അതാ കിട്ടുക. നമ്മൾ അള്ളാന്റെ ബെസ്റ്റ് അടിമകളും ആവണം, മറ്റുള്ളവരെ അതേ അടിമകളാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യുകയും വേണം. ശരിക്കും ഇതിന്റെ കോർ എന്ന് പറയുന്നത് ഈ ഗ്രന്ഥം നമ്മൾ പഠിക്കേണ്ട രീതിയിൽ പഠിക്കുകയും പഠിപ്പിക്കേണ്ട രീതിയിൽ പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മളിലേക്ക് വരേണ്ടത് അതാണ്.